ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാപ്പുട്ട് ഉണ്ടാക്കാനാണ്. പാപ്പുട്ട് അങ്ങനെയാണ് അതിന് പേര് പറയുക. അതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പാല് വേണം, പിന്നെ കുറച്ച് ജീരകം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് ജീരകം. അപ്പോൾ നല്ലോണം തിരുമ്മിയിട്ട് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ജീരകത്തിൻ്റെ ഒരു രുചി വേണ്ടിയിട്ടാണ്. ഏലക്കായ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ടെല്ലാം കൂടി നമുക്ക് മിക്സാക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ട് മിക്സാക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിക്കട്ടെ. കുറച്ച് നേരം നമുക്ക് എന്നിട്ട് ഇതിവിടെ അടച്ച് വെക്കാം. ഒന്ന് ഇത് കുതിരട്ടെ. കുതിർന്നതിൻ്റെ ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുട്ടിൻ്റെ പൊടി എന്തായാലും നോക്കാം. നല്ലവണ്ണം ഇങ്ങനെ ഉറച്ച പോലെയാണുള്ളത്. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കണം ഇതിൻ്റെ അകത്തേക്ക്. ഈ പാല് മൊത്തം ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ടിതാ ഇങ്ങനെയുള്ള ഈ പരുവത്തിലായിരിക്കണം. ഇത്ര ലൂസ് വേണം, കണ്ട. അപ്പോൾ ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയെന്ന് ചെയ്യുക. ഇതാണ് നമ്മളെ പാപ്പുട്ട്. ഇത്ര ലൂസായിട്ട് വേണം. അപ്പോൾ ഉപ്പ് നോക്കട്ടെ. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇപ്പം തന്നെ അത് തൊട്ട് നക്കി നോക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അല്ലേ, കണ്ട. ഇനിയും ഇതിപ്പം വീണ്ടും നമ്മളിത് കുറച്ച് നേരവും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇത് ഉറക്കും. അപ്പോൾ ഇതാണ് ഞാൻ ആവിയിൽ വേവിക്കാൻ വെച്ച പാത്രം. അതിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. സ്പൂൺ എടുത്തിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ അതിനെ ലെവലാക്കി കൊടുക്കാം. വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബബിൾസ് ആവുന്നതിന് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് ആവിക്ക് വെക്കട്ടെ. ഇതാ ഞാനിവിടെ ആവിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതായിട്ട് നമുക്ക് കാണാം. അടച്ച് വെക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളെ പാപ്പുട്ട് എന്തായി നമുക്ക് നോക്കിയാലോ. വെന്തോ നോക്കണ്ടേ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ വാങ്ങട്ടെ. ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. വാങ്ങട്ടെ. അപ്പോൾ ഇതാ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് ആറിയതിൻ്റെ ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മുട്ടാം. എന്നിട്ട് നമുക്ക് നമ്മളെ പാപ്പുട്ട് എടുത്തിട്ട് കാണാം. അടിപൊളിയല്ലേ സാധനം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചോ. ഞാൻ തേങ്ങാപ്പാൽ ഇല്ലാത്തത് കാരണമാണ് പാലൊഴിച്ചത്. അപ്പോൾ നമുക്കിത് പീസാക്കാം. നമ്മളെ പാപ്പുട്ടിനെ പീസാക്കിയിട്ടെടുക്കാം. നല്ല ശരിക്ക് തണിഞ്ഞിനില്ല ഗൈസ്.
പീസാക്കി വെച്ചിട്ടുണ്ട്. തണ്ണിട്ടെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, നമ്മളെ പാപ്പുട്ട് ഇതാ ഞാനിവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, സൂപ്പർ സാധനം. ഇതാ സൈഡിലുള്ളതാണ്, കണ്ട. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. തഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം മുറിക്കുക. ബക്കറ കാണിച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് പൊടിഞ്ഞു പോകും. നല്ല തണിഞ്ഞതിൻ്റെ ശേഷം ആയിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതാ ഇതാ പാത്രം ഇതാ. അപ്പം അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വേഗം ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്ക് കടിയോ എന്ത് വേണ്ടിയെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാം. സൂപ്പർ സാധനമാണ്. അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി നോക്ക്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഓക്കേ, ഒരു കുഞ്ഞു വീഡിയോ ആണേ. ബൈ.